ഹലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണാം. അപ്പോൾ ദേ ഇതാട്ടാ ഇന്നത്തെ മീൻ. തെരണ്ടിയാണെന്ന് ചേട്ടൻ പറഞ്ഞത് കേട്ടാ. ദേ ഇതാണ് സംഭവം. പിന്നെ അയിലയും ഉണ്ട് കേട്ടോ. തെരണ്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഇതിനെ നമുക്കങ്ങോട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. ഇത് ചൂടുവെള്ളം കൊണ്ടിട്ട് ചെറുതായിട്ട് വടിക്കാനായിട്ട് ചെയ്യണത്. ഇതിൻ്റെ ആ പുറത്തത്തെ ആ പച്ചക്കളറൊക്കെ പോകാനായിട്ട് ചൂടുവെള്ളത്തിൽ വടിക്കുകയാണ് ചെയ്യണേ. അപ്പം നന്നാക്കി വന്നപ്പോൾ ഇതിൻ്റെ കോലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നാക്കി ഇത് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഇതിനെ വറുത്തരച്ചാണ് കറി വയ്ക്കണത്. ഇവിടെ തേങ്ങാപ്പീര വറ്റിക്കാനിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ട സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പലയും ആണ് എടുത്ത് വെച്ചേക്കണത്. പിന്നെ അതേ തേങ്ങാപ്പീരയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് അയിലയും കറി വയ്ക്കാനുണ്ട്. നന്നാക്കി വെച്ചേക്കണ തെരണ്ടിയിലേക്ക് ഉപ്പും മഞ്ഞളും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചേക്കാണ്. ഇനി നമുക്ക് അയില കറി വയ്ക്കണം. അയില കറി വയ്ക്കാനുള്ള തേങ്ങരപ്പാണ് കാണുന്നത്. അപ്പോൾ 2-3 കഷ്ണം പുളിയും ഇഞ്ചിയും പച്ചമുളകും തേങ്ങ അരച്ച അരപ്പും കൂടിയാണ് ഇട്ട് വെക്കണത്. അപ്പോൾ ഇത് തേങ്ങ അരപ്പിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടിയാണ് അരച്ചേക്കണത്. അപ്പോൾ അതിങ്ങനെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇനി അത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പിട്ട് കലക്കി വെക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെട്ടി വെച്ച അയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത കറി ശരിയാക്കാം. അപ്പോൾ ഇത് നമ്മുടെ തെരണ്ടിയൊക്കെ നല്ല വെന്ത് വറ്റിയിരിപ്പുണ്ട് കേട്ടോ. ഇത് 2-3 കഷ്ണം അയില എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് തിരുമ്മിയിട്ട് നമ്മൾ വറുക്കാൻ വെക്കുകയാണ്. അപ്പോൾ അത് മീൻ അവിടെ നിന്ന് മുരിയട്ടെ. അപ്പോഴേക്കും നമുക്ക് തെരണ്ടിക്കറി ഉണ്ടാക്കാം. തെരണ്ടി പീര വറ്റിക്കാം. ചിരണ്ടി വെച്ച തേങ്ങയിൽ കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ വേപ്പലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതടിച്ച് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പലയും സവാളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചേക്കണ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കണ തെരണ്ടിയിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തെരണ്ടി പീര വറ്റിച്ചതും റെഡിയായി. നമ്മുടെ മീൻ വറുത്തതും റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.